ആദിലയും നൂറയും ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളായി എത്തിയപ്പോൾ തന്നെ മലയാളി സമൂഹം അവരെ എങ്ങനെയാകും ഏറ്റെടുക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ പൂമ്പാറ്റകൾ എന്ന് വിളിച്ച് മോഹൻലാലും പ്രേക്ഷകരിൽ വലിയൊരു ഭാഗം ഇരുവർക്കും ഒപ്പം നിൽക്കുന്നതും അതിനിടയിൽ അക്ബറിന്റെ ഉമ്മ പറഞ്ഞ വാക്കുകളും ആദിലയുടെയും നൂറയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചതും പ്രേക്ഷകരിൽ നൊമ്പരമാവുകയാണിപ്പോൾ. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ആദിലയ്ക്കും നൂറയ്ക്കും പിന്തുണയുമായിട്ട് നിരവധി പേരാണ് പ്രതികരണവുമായി വരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ശനിയാഴ്ച അക്ബറിന് ഉമ്മയുമായിട്ട് സംസാരിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയിരുന്നു. അക്ബറിന്റെ ദേഷ്യം കുറയ്ക്കണം, വീട്ടിലെ പോലെ കളിച്ചു ചിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം എന്നാണ് എപ്പിസോഡിൽ അക്ബറിനോട് ഉമ്മ പറയുന്നതായി കാണിച്ചത്. എന്നാൽ ആദിലയോടും നൂറയോടും അധികം സംസാരിക്കരുതെന്ന നിലയിൽ ഉമ്മ അക്ബറിനോട് സംസാരിച്ചു. ഇത് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് സൂചന. അക്ബറിന്റെ ഉമ്മയുടെ വാക്കുകൾ ആദിലയും നൂറയും വലിയ സങ്കടത്തിലാക്കി. ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് ഇവർ സംസാരിക്കുന്നത് ആ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ ബാധിക്കുന്നുണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇരുവരും ഇപ്പോൾ. നമ്മൾ ഇവിടെ ഒരാളോട് സംസാരിക്കുന്നത്, തമാശ പറയുന്നത്, അത് അവരുടെ കുടുംബത്തിന് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ വേദനിപ്പിക്കുന്നതാണ് എന്നാണ് നൂറ പറയുന്നത്. ഇതിനു മറുപടിയായിട്ട് ആദില പറയുന്നത് ഇങ്ങനെ: സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും പോലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറ്റുക? കരഞ്ഞുകൊണ്ടാണ് ആദിലയുടെയും നൂറയുടെയും ഈ വാക്കുകളെല്ലാം. എന്നാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. മാറ്റി നിർത്തുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കുക. നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോസിറ്റീവ് വൈബാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒരു മത്സരാർത്ഥിയുടെ ബന്ധു വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് പഴകിയ ചിന്താഗതിയുള്ള ആളുകളാകുമ്പോൾ, ഒന്നുകിൽ അത് അവരും മത്സരാർത്ഥിയും തമ്മിലുള്ള പേഴ്സണൽ ടോക്കായിട്ട് മാത്രം കാണിക്കുക. അല്ലാതെ അവരുടെ ബന്ധുവിന്റെ വാക്കുകളെല്ലാം എല്ലാ മത്സരാർത്ഥിയും കേൾപ്പിക്കുകയും അത് ആ മത്സരാർത്ഥിക്ക് നെഗറ്റീവ് ആകുമെന്ന് വിചാരിച്ച് എപ്പിസോഡിൽ നിന്ന് മുക്കുന്നവരെ വളരെ മോശം ഏർപ്പാടാണ്. പ്രത്യേകിച്ച് ആ വാക്കുകൾ അതിൽ പറഞ്ഞിരിക്കുന്ന മത്സരാർത്ഥികളെ മാനസികമായിട്ട് തളർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദിലയോടും നൂറയോടും അധികം സംസാരിക്കേണ്ട എന്ന് ഉമ്മ പറഞ്ഞത് അക്ബറിനെയും സങ്കടത്തിലാക്കി എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ ദിവസം രാത്രി കൂടുതൽ സമയം അക്ബർ സംസാരിച്ചത് ആദിലയോടും നൂറയോടുമാണ്. ആദിലയോടും നൂറയോടും ഒപ്പം പാട്ടുപാടിയും തമാശയും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അക്ബർ.